ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എൻ്റെ ഗാർഡൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ലോണും ചുറ്റും കുറച്ച് ചെടികളും ഉണ്ട്. ഇതിൽ ഈ പൂവുണ്ടായിരിക്കുന്ന ചെടികളൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ബാക്കി ഞാനിവിടെ നട്ട കുറച്ച് ചെടികളെ കുറിച്ച് ഞാനിവിടെ പറയാം കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഇത്. കണ്ടോ, ഇതിലൊരു ചെറിയ കമ്പിൽ റാപ്സ്ബെറീസ് ഉണ്ടായേക്കണ. അത് ബ്ലാക്ക് കളറായിട്ടുണ്ട്. ആ ബ്ലാക്ക് കളർ വരുമ്പോഴാണ് അത് സ്വീറ്റ് ആവുന്നത്. അപ്പം അത് എൻ്റെ ഗ്രാൻഡ് സൺ പറഞ്ഞു നിർത്തിയേക്കാണ് ഇത് അവന് തന്നെ പറിക്കണം എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ നിർത്തിയേക്കാണ് കേട്ടോ. ഇത് സെയ്ജ് എന്ന് പറയുന്ന ഒരു ഹെർബാണ്. ഇവിടുത്തെ മീറ്റിലും അതുപോലെ വെജിറ്റബിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെർബാണ്. പിന്നെ അതേ നമ്മുടെ നാട്ടിലെ ഒരു സാധനം ഇവിടെ മുളച്ചു. അതായത് മണിത്തക്കാളി എന്നാണ് ഇതിനെ കുറച്ച് പേര് പറഞ്ഞു തന്നത്. ഇനി ഇത് വേറെ വല്ലതാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ ഈ കായ കഴിക്കാനായിട്ട് നല്ല മധുരമാണ്. കുറേ കായകളുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇലയുടെ അടിയിലാണ് ഇതിവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ നേറ്റീവ് പ്ലാന്റാണ്. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതായത് പഴയ ന്യൂസിലൻഡേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ ഇതുപോലുള്ള പ്ലാന്റ് ഇവിടെ നിരനിരയായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ, നേറ്റീവ് പ്ലാന്റ്സ് ഒക്കെ. ഇതൊക്കെ വെട്ടി ഭംഗിയായിട്ട് നിർത്തിയാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഞാൻ നട്ട ഒരു സാധനമാണ് പുതിന. ഒരു ചെറിയ കമ്പ് പുതിന കൊണ്ട് നട്ടപ്പോഴേക്കും കണ്ടോ, ഇതിനുള്ളിലേക്ക് കൂടി വളർന്നേക്കാണ്. ഇത് മരത്തിൻ്റെയാണ്. ഇതിനുള്ളിലേക്ക് കൂടി അതിവിടെ വളർന്നിരിക്കുകയാണ്. പിന്നെ അതെ, ഇവിടെ കാട് പോലെ പുതിന പിടിച്ചിട്ടുണ്ട്. ഈ പുതിന നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പഞ്ച് എന്ന് പറയുന്നത് 2-3 കൊമ്പുണ്ടാവും. അതിന് $3. ഇതിപ്പോൾ നട്ടാൽ പെട്ടെന്ന് പിടിക്കുന്നതാണ് കേട്ടോ. കണ്ട, ഇതിന് പൂവ് വന്നേക്കണം. ഞാൻ ആദ്യമായിട്ടാണ് പുതിന പൂത്തത് ഇവിടെ കാണുന്നത്. ഇത് വെട്ടി നിർത്തിയാൽ നല്ല ഫ്രഷായിട്ട് നല്ല ഗ്രീൻ കളറിൽ വരും. പക്ഷേ എനിക്ക് പുതിനയുടെ അധികം ആവശ്യമില്ല. കാരണം എന്താണ് ഇതുകൊണ്ട് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ആളുകൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ മല്ലിയിലയൊക്കെ നട്ടാൽ വളരില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നേറ്റീവ് പ്ലാന്റ് തന്നെയാണ്. ഇതും നേറ്റീവ് പ്ലാന്റ് തന്നെയാണ്. ഇവിടെ എനിക്കൊരു ബീൻസ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ റണ്ണർ ബീൻസ് എന്നാണ് പറയണത്. ഇതുമ്പോൾ ഒരുപാട് ബീൻസ് ഉണ്ടാവും. ഇന്നലെ എനിക്ക് ഒരു ഹാൻഡ്ഫുള്ള്, അതായത് ഒരു കൈപ്പിടി നിറയെ ബീൻസ് കൂടെ കിട്ടി. ഇതും ആ നേറ്റീവ് പ്ലാന്റ് തന്നെയാണ്. ഇത് ഒലിവാണ് കേട്ടോ. ഇതിൻ്റെ കായ ഉണ്ടായേക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒലിവിൻ്റെ കായ. ഇത് ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ പിസയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഇതിവിടെ റൈപ്പായി വന്നപ്പോൾ ഞാൻ പറിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അത് താഴെ വീണ് പോയി. ഇപ്രാവശ്യം പറിക്കണമെന്ന് വിചാരിക്കണം. ഇത് നല്ല വലുതാവുന്ന ചെടിയാണ് കേട്ടോ, ഒലിവ് ട്രീ. ഇപ്പം ഇത്ര ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലത്തെ കമ്പ് വെട്ടിക്കളയും. കാരണം അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ നോക്കിയേ, റണ്ണർ ബീൻസ് തന്നെ വലിയ ബീൻസ് ഉണ്ടോ. ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നല്ല റെഡ് കളറിലാണ്. നല്ല നീളമുള്ള ബീൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ഇന്നലെ പറിച്ചത് കൊണ്ട് ഇവിടെ വലിയ ബീൻസുകളൊന്നും ഇല്ല കേട്ടോ. ഇതേ കണ്ടോ, ഇതിനിടയ്ക്ക് ഇവിടെ ഒരു ലാവൻഡർ ഉണ്ട്. അത് വലിയ നോക്കാതെ ഇവിടെ അതിൻ്റെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു അലോവേര ഇതേ കണ്ടോ അവിടെ പിടിച്ചിട്ടുണ്ട് പുറത്ത്. സാധാരണ ഇൻസൈഡാണ് അലോവേര നടാറ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കണത്. ഇതിപ്പോൾ പുറത്ത് കണ്ടിട്ട് അത് പിടിച്ച് അതിന് ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനിവിടെ കാര്യമായ വളമൊന്നും ഇടണില്ല. എങ്കിലും ഇതിൽ ഒരുപാട് ബീൻസ് എനിക്ക് ഉണ്ടായി കിട്ടി. 1-2 പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വിളവെടുത്തു. ഇവിടെ അത് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ വലുതായി വരുന്നുണ്ട്. ഇതിന് 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി നീളം വെക്കും കേട്ടോ. ഇവിടെയൊക്കെ പൂവ് കായായി തുടങ്ങുന്നുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള വേറൊരു സാധനമാണ് പാഴ്സ്ലി എന്ന് പറയും. അതിവിടെ പൂത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഹെർബാണത്. ഈ പാഴ്സ്ലിയും അതുപോലെ വെജിറ്റബിൾസിലും മീറ്റിലൊക്കെ ഇടുമെന്ന് എനിക്കറിയില്ല. വെജിറ്റബിൾസിൽ ഇതിവിടെ യൂസ് ചെയ്യുമെന്ന് ഞാനൊരു കിവിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. ഇതിൻ്റെ ഇലയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
കണ്ടോ ഈ പാഴ്സലേ, ഇതും ഒരു ബഞ്ചായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിനും $3 വില, 2.99 അങ്ങനെ പോകും അതിൻ്റെ വില. ഇത് കണ്ടോ ബീൻസിൻ്റെ പൂവ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെട്ടി നിർത്തുന്ന ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഇതിനൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ നട്ട കുറച്ച് ചെടിയാണ്. ഇത് തൈം എന്നാണ് അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ കുറേ ഹെർബ്സൊക്കെ ഇല്ലേ, അതുപോലെ ഇവിടെയുണ്ട്. തൊട്ട് താഴെ മുളച്ച് വരുന്നത് ക്യാപ്സിക്കമാണ് കേട്ടോ. പക്ഷേ അത് വലുതാവണില്ല. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ലാവൻഡറാണ്. കുറേ പൂവുണ്ടായിരുന്നതാണ്. ഇപ്പം എനിക്കതിന് സീഡ്സൊക്കെ വന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ സീഡ്സൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് നിലത്ത് കിടന്ന് മുളക്കായിരിക്കും. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു, നല്ല ബഞ്ചായിട്ട് നിൽക്കായിരുന്നു അത്. പിന്നെ അതേ വേറൊരു ബീൻസ്, ഈ 2 ബീൻസിൻ്റെ ചെടിയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ബീൻസ് ഇവിടെ കിട്ടും. ഇതിന് വളമിടാത്തതുകൊണ്ടാണ് ഈ പൂക്കളൊക്കെ കുറവുള്ളത് കേട്ടോ. ഒരെണ്ണം കൂടിയുണ്ട് കേട്ടോ, ഒലിവ് ട്രീ. ആ ഒലിവ് ട്രീയുടെ ഇലകളൊക്കെ കണ്ടോ, നല്ല വാസനയാണ് നമ്മൾ ആ ഇല എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഇത്. നമ്മുടെ നാട്ടിലെ ചെത്തിപ്പൂ പോലെയൊക്കെ ഉള്ള ഒരു ചെടിയാണ്. ഇതിൽ എല്ലാ വർഷവും പൂവുണ്ടാവും. ഇത് കുറേ നാൾ നിൽക്കും. എനിക്ക് തോന്നുന്നു ഇത് ഹൈഡ്രാഞ്ചി പോലുള്ള ഒരു ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇല കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായതൊക്കെ ഉണങ്ങിപ്പോയി. ഈ ഒരു വർഷം ഉണ്ടായത് ഇപ്പം 3 മാസമായി ഇത് പൂത്തിട്ട്. എന്നിട്ട് ആ പൂക്കൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ഈ കൊമ്പൊടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേറെ തളിർപ്പ് വന്നിട്ട് അതുമേൽ ന്യൂ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഈ ചെടി എന്തുട്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തോ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞിട്ടിട്ട് അവിടെ കിടന്ന് മുളച്ചതാണ്. അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ച് ഞാനിവിടെ നിർത്തിയേക്കാണ്. എനിക്ക് തോന്നുന്നു പ്ലമ്മാണെന്ന് തോന്നുന്നു. പിന്നെ അതേ ഞങ്ങളുടെ ഔട്ട് സൈഡിൽ ഇതുപോലുള്ള വൈറ്റ് മെറ്റലാണ് ഇവിടെ വിരിച്ചിട്ടേക്കുന്നത്. ഇവിടെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഔട്ട്ഡോറൊക്കെ. വീടിൻ്റെ ബാക്ക് സൈഡാണിത് കേട്ടോ. ലോൺ മൂവ് ചെയ്യണതൊക്കെ നമ്മൾ തന്നെയാണ്. എൻ്റെ ലോൺ മൂവറാണ് ഇത്. പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ദിവസം 2000 രൂപയൊക്കെ അവർക്ക് കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഓരോരുത്തരും അവരവർ തന്നെയാണ് ചെയ്യണത്. ഞങ്ങൾ പുറത്തുനിന്ന് ആളെ വിളിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് $40 കൊടുക്കണമായിരുന്നു. ഇപ്പം ഞങ്ങളത് തനിയെ ചെയ്യാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത്രയും ഭാഗം നമുക്കിവിടെ മൂവ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് മൂവ് ചെയ്താണ്. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒക്കെയാണ് ഈ ലോണിവിടെ മൂവ് ചെയ്യുന്നത്. ഇതിൽ എന്തോ കെമിക്കലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറായിട്ട് വരും കേട്ടോ. പക്ഷേ ഈ ഹൗസിൻ്റെ ഇതൊരു കോളനി പോലെ ഒരു 10-13 വീടുകളുണ്ട്. ഇതിൽ ഏറ്റവും നല്ല ലോൺ ഞങ്ങളുടെയാണ്. കാരണം ആരും ശ്രദ്ധിക്കണില്ല. കുറേയൊക്കെ റെൻ്റലാണ് ഹോംസ്. അപ്പോൾ അതുകൊണ്ട് വാടക വീട്ടിലൊക്കെ ആരും ഒന്നും ശ്രദ്ധിക്കില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും നനയ്ക്കും, റെഗുലറായിട്ട് മൂവ് ചെയ്തും. അതുകൊണ്ടാണ് ഇതിവിടെ ഇത്രയും ഭംഗിയായിട്ട് കിടക്കുന്നത്. വളരെ കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ ഇവിടെ. അതായത് ചെറിയ ഒരു വീട്, ആ വീടിൻ്റെ മുകളിലാണ് ബെഡ്റൂം, താഴെ ഒരു സിറ്റിംഗ് ലോഞ്ചും കിച്ചണും കൂടെ ഓപ്പണായിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു വീടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ഫെൻസിനോട് ചേർന്നത് കണ്ടോ, ഫെൻസൊക്കെ മരത്തിൻ്റെ ഫെൻസാണ് ഇവിടെ ഉള്ളതൊക്കെ. നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടിയൊന്നും വെച്ച് കെട്ടുന്ന സിസ്റ്റം ഇവിടെ ഇല്ല. ഈ മരത്തിൻ്റെ ഫെൻസ് കേടാവുകയില്ല. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. എന്നിട്ടും അത് പുതിയതുപോലെ തന്നെ ഇരിക്കുകയാണ് ഫെൻസ്. കണ്ടോ, ലോൺ ഏറ്റവും നല്ല ലോൺ ഞങ്ങളുടേതാണെന്നാണ് ഇവിടെ മുകളിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എല്ലാ ലോണും കാണാം. പിന്നെ തുണിയൊക്കെ വിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാവും ഇത്. അത് കൂടാണ്ട് മൂവബിളായിട്ടുള്ള എയർലൈനറും നമുക്കുണ്ട്. അത് കൂടാണ്ട് കണ്ട കുറേ ലൈൻസ് ഉണ്ട്. ഈ ലൈൻസിലൊക്കെ നമുക്കിവിടെ തുണി വിരിക്കാം. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഗാർഡൻ. കണ്ടോ, നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണ്. മിക്കവാറും വീടുകളിലൊക്കെ വലിയ ലോണൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. കാരണം ഒരു ടൗൺ ഹൗസിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൗസിൻ്റെയൊക്കെ ലോൺ വളരെ ചെറുതായിരിക്കും.
അടുത്തടുത്ത് വീടുകളായിരിക്കും. അടുത്ത വീടുകളെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഞങ്ങളിവിടെ ലാസ്റ്റ് വൺ ഇവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതാണ് ഞങ്ങളുടെ വീട്. പിന്നെ ദേ വീടുകളിങ്ങനെ പോവും. കണ്ടോ, അറ്റം വരെ 13 വീടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യമൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പുതിയ വീട്ടിലൊന്നും താമസിക്കാമെന്ന് വിചാരിച്ചാൽ ആരും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. പുതിയ വീടുകളൊക്കെ തന്നെ വളരെ റെൻറ്റ് കൂടുതലാണ്. പഴയ വീടുകളൊക്കെയാണ് ഉള്ളത്, അതിനും റെൻറ്റ് കൂടുതലാണ്. ആഴ്ചയിലാണ് റെൻ്റൊക്കെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട് ഇവിടെ അതുപോലെ തന്നെ ചെറിയ വീടാണ്. അതിൻ്റെ ഉൾവശം ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ.